ഇവിടെ ഈ ട്രെയിലർ ലോഞ്ച് ഞാൻ വരാൻ എന്താണ് കാരണം എഴുതുന്നില്ല. കാരണങ്ങളുണ്ടെങ്കിൽ എഴുതി കൊടുക്കാം. റെഫറൻസിൻ്റെയാണ് നമ്മുടെ വീട്ടിലെത്തുന്ന ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകനെനിക്ക് പരിചയമില്ല, വേറെ ആരെയും എനിക്ക് പരിചയമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. പേപ്പറിൽ ഒരുപാട് പടം കൊടുത്തില്ല, വളരെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നതാണ്, ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നതൊക്കെ അതുകൊണ്ട് കാരണം ഞാൻ വേറെയും പോയിട്ടില്ലാത്തതുകൊണ്ടല്ല, എന്നെ പേടിച്ച് കഥ പുലിയെന്ന് പറഞ്ഞു. പുള്ളി വന്ന് ചുമ്മാ രസം എനിക്കിങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു, കഥ ചെലവിന് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചെലവിന് കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇവിടെ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്ന് ഇതുവരെ ഞാൻ സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയുടെ സമീപനം, ഈ സിനിമ എഴുതിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ ദേവന്മാരാരുമല്ല, എന്നാലും നല്ല അഭിനയം കാഴ്ചവെച്ച് ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായി. വന്നത് വെറുതെയായല്ലോ, ഞാൻ പറ്റുള്ളൂ. എനിക്ക് എന്തെങ്കിലും ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, ഞാനല്ലോ ഇപ്പൊ എന്തൊരു സ്ഥലം കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം വേണ്ടിയില്ല. ഇടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചത്. ഞാന് ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിംഗ് റോളുകളാണ് അദ്ദേഹത്തിന്. അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതിന് അദ്ദേഹത്തിന് ഭയങ്കര മൾട്ടിപ്ലസ് ആകുക, എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിന്റെ ക്വാളിറ്റികളായി മാറുക. ഞാന് കുറേയേറെ സിനിമ ഇടക്കിടക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, ഞാൻ എന്റെ വീട്ടിൽ പമ്പ് സെറ്റ് പേര് ഓർമ്മ കേട്ടോ? എന്ത് പമ്പ് സെറ്റ്? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് സിനിമ, ഞങ്ങളാ പമ്പ് സെറ്റ്.